ഹായ് ഫ്രണ്ട്സ്, ബട്ടർഫ്ലൈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് ചിക്കൻ കറി വെച്ചാലോ. സാധാരണ നമ്മൾ വെക്കും പോലത്തെ ചിക്കൻ കറിയാണ് നമുക്ക് വയ്ക്കാലോ. റെസിപ്പി കണ്ടാലോ? അപ്പം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, ഇത് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും വെളുത്തുള്ളിയും ഒരു 4 പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇഞ്ചിയും കൂടിയിട്ട് നല്ലോണം മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കി എടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് സവാള, 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 2 തക്കാളി നല്ലോണം മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തത്, പിന്നെ നമ്മുടെ ചിക്കൻ, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചിക്കൻ, അത് ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ്, ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ നീര് ഒക്കെ കൂടി ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചൊക്കെ കൂടി മസാല പറ്റി വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ നോക്കിയാലോ. ഈ പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പം നമുക്ക് അതിനായിട്ട് പാത്രം അടുപ്പത്തേക്ക് വെച്ച് സ്റ്റൗവിലേക്ക് വെച്ച് സ്റ്റൗ കത്തിച്ചു അടുപ്പത്തേക്ക് വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായിട്ട് വരട്ടെട്ടാ. അപ്പം ഇന്ന് ഇത്തിരി മഴ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും നല്ല കാര്യമുണ്ട് പുറത്ത്. ചിലപ്പോൾ വേരിക്കും അല്ലേ. എന്തെല്ലാം ദുരിതങ്ങളാണ് കേൾക്കണം നമ്മുടെ ചട്ടി ചൂടായിട്ട് വരട്ടെ. അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചിക്കൻ മസാലപ്പൊടി, ഉപ്പ് ഒക്കെ കൂടി അത് കൂടി അരച്ച് വെച്ചത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് നല്ലോണം ഇളക്കി നല്ലോണം പച്ചമണം മാറണ വരെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലോണം പച്ചമണം മാറിയാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അതുവരെ നമുക്ക് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മളെ കുഞ്ഞാറ്റതേ ഒരു പടം വരച്ചു കൊണ്ടുണ്ട്. സിംഹം, എന്നിട്ടാ എലി ഒക്കെ ഉണ്ട് കേട്ടാ. അതെ, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ കുഞ്ഞാറ്റ കാണിച്ചപ്പോ എന്റെ കാണിച്ചില്ല എന്ന് പറഞ്ഞത് പിഞ്ചൂസ് എടുത്തു കൊണ്ടുന്നുണ്ടത്. പിഞ്ചൂസിന്റെ പടാണ് കേട്ടത്. പിഞ്ചൂസ്, ഇത് പിഞ്ചൂസ്, ഇതാരാ നോക്കിയേ കുഞ്ഞാറ്റ, ഇത് അപ്പൻ, ഇത് അമ്മ ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ടാണ് കേട്ടോ പിഞ്ചൂസ് മോൻ. അപ്പൊ അതായത് നമ്മുടെ മസാല നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കാണല്ലേ, നമുക്കതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സവോള ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞാൻ സവോള നല്ലതുപോലെ വഴന്ന് വരട്ടെ കേട്ടോ. അപ്പൊ അത് നമ്മുടെ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് കണ്ടോ, നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി അരച്ച് വെച്ചേക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ തക്കാളിയുടെ ഒരു പച്ചമണം പോണ വരെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കറിയിലേക്കുള്ള മസാലക്കൂട്ടുകളാണ്. ഇതൊക്കെ ഞാൻ എന്റെ പേര് പറയാം. മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇതൊക്കെയാണ് നമ്മുടെ കറിയിലേക്കുള്ള ചേരുവകൾ. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ വന്നാണ് കേട്ടോ പറഞ്ഞുതരാൻ. അവള് പഠിക്കട്ടെ, അവള് പെൺകുട്ടിയില്ലേ, അവളെ കറി വയ്ക്കാൻ പഠിക്കട്ടെ. അപ്പൊ നമ്മുടെ തക്കാളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അപ്പൊ നമ്മുടെ മസാലക്കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് നമ്മ ചിക്കനിൽ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പൊ അതനുസരിച്ച് നമ്മ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇതിലേക്കൊക്കെ ആഡ് ചെയ്തു ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മസാല നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി മസാലയും ആ സബോളയൊക്കെ കൂടി നല്ലോണം മിക്സ് ആയിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാല നല്ലതുപോലെ മൂത്ത് പച്ചമണമൊക്കെ മാറിയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മസാല നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലതുപോലെ മസാലയൊക്കെ കൂട്ടി ചിക്കനിന് ആവാൻ വേണ്ടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ചിക്കൻ കറിക്ക് ചാറ് വേണം. അപ്പം ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചപ്പാത്തിയുടെ കൂടിയും പത്തിരിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടി കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ചിക്കൻ കറിയാണ്. നല്ല ചാറിൽ നല്ല കുറുക്ക് ചാറിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റി ചിക്കൻ കറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.